ലാസ്റ്റ് വീക്ക് മീൻസ് കഴിഞ്ഞ 2 ലെക്ചേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായോ? ഓക്കെ. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. സ്ലൈഡ് കാണാനുണ്ടോ? ഇപ്പോൾ ലാസ്റ്റ് രണ്ട് ലെക്ചേഴ്സിൽ നമ്മൾ ഇലക്ട്രോണിക് ഇഫക്ട്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഡക്റ്റീവ് ഇഫക്റ്റും റെസണൻസ് ഇഫക്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ് ടെസ്റ്റ് പോലെ നോക്കാം. Resonance effect involves A. Delocalization of sigma electrons, B. Delocalization of pi electrons, C. Partial displacement of electrons, D. Delocalization of pi and sigma electrons. ഏതാണ് കറക്റ്റ്? Delocalization of pi electrons. അതെ, റെസൊണൻസ് ഇഫക്റ്റ് ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സിബിറ്റ് പ്ലസാർ ഇഫക്റ്റ്? NO2, CHO, OH, COOH. ഏതാണ് പ്ലസാർ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്? പ്ലസാർ ഇഫക്റ്റ് ആണെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നിന്ന് കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൻ്റെ അകത്തേക്കായിരിക്കും ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവുക. മൈനസ് ആർ ഇഫക്റ്റ് ആണെങ്കിൽ കോൺജുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് ആ ഫങ്ഷണൽ ഗ്രൂപ്പിലേക്കായിരിക്കും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഏത് ഗ്രൂപ്പാണ്? അതെ, OH ആണ് പ്ലസാർ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നത്. OHൽ ലോൺ പെയർസ് ഉണ്ടാവും. ആ ലോൺ പെയർസ് ആണ് കോൺജുഗേറ്റഡ് സിസ്റ്റത്തേക്ക് ഡീലോക്കലൈസ്ഡ് ആവുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട് ഡസ് നോട്ട് ഹാവ് എ റെസൊണന്റ് ഇഫക്റ്റ്? C6H5Cl, അതായത് ബെൻസീൻ, ക്ലോറോബെൻസീൻ. C6H5OH ഫീനോൾ, C6H5NH3, C6H5NH2 അനിലിൻ. ഇതായിരിക്കും NH3. ഇതിലെ ലോൺ പെയേഴ്സ് ആയിട്ടുണ്ടാവില്ലല്ലോ. NH3 നൈട്രജൻ പ്ലസ് സ്റ്റേറ്റിലായിരിക്കില്ലേ, അപ്പോൾ ഇലക്ട്രോൺസിനെ ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. C ആയിരിക്കും കറക്റ്റ് ആൻസർ.
ഓക്കെ അല്ലേ? ഇനി സെലക്ട് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. Resonating structures have a real existence. B. The actual structure lies between various possible resonating structures. C. Resonating structures are useful as they allow us to describe molecules. D. None of the mentioned. ഏതാണ് ഇൻകറക്റ്റ് ഓപ്ഷൻ? എ ആണ്. റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിന് റിയൽ എക്സിസ്റ്റൻസ് ഇല്ല. അത് ഡിഫറെൻറ്റ് റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് റിയൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുക. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻ. Benzene ring has two different types of bond length for single and double bonds. B. All the bond length in benzene ring is equal due to hyperconjugation. C. All the bond length in benzene ring is equal due to resonance. D. All of the mentioned. ഏതാണ് കറക്റ്റ്? സി ആണ്. എല്ലാ ബോണ്ട് ലെങ്ത്തും ബെൻസീൻ റിംഗിൽ സെയിം ആണ്. റെസണൻസ് എഫക്റ്റ് കാരണം അതിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള സിംഗിൾ ഡബിൾ ബോണ്ടിൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ളതായിരിക്കും ബോണ്ട് ലെങ്ത് വരിക. അപ്പോൾ റെസൊണൻസ് കാരണമായിരിക്കും ആ ബോണ്ട് ലെങ്ത് ഈക്വൽ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്? നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ ഇലക്ട്രോമെറിക് ഇഫക്റ്റ്? ഓക്കെ. അപ്പോൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോമെറിക് ഇഫക്റ്റ് നടക്കണേൽ ആ കോമ്പൗണ്ടിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് വേണം. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഇഫക്റ്റ് ആണ്. അതൊരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിലാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എറൈസ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട ഇൻഡക്റ്റീവ് ഇഫക്റ്റും റെസൊണൻസ് ഇഫക്റ്റും ഒക്കെ പെർമനന്റ് ആയിട്ടുള്ള ഇഫക്റ്റ് ആയിരുന്നു. ആ മോളിക്യൂൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിലും ആ ഇഫക്ട്സ് അത് കാണിക്കും. പക്ഷേ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമേ ആ ഒരു ഇഫക്റ്റ് വിസിബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ മൾട്ടിപ്പിൾ ബോണ്ട്സ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ആ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് വേണം. But the electromeric effect can be observed only in organic compounds which contain multiple bonds. It is a temporary effect that arises when the compound is subjected to an attacking reagent. ഒരു അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമാണ് ഈ ഒരു ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എക്സിബിറ്റ് ആവുക. പിന്നെ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ എ പൈ ബോണ്ട് ക്യാൻ ബി പോളറൈസ്ഡ് വിത്ത് ലിറ്റിൽ എഫേർട്ട്. ദിസ് എഫേർട്ട് ക്യാൻ ബി സീൻ ഇൻ ഓർഗാനിക് മോളിക്യൂൾസ് വിത്ത് അറ്റ്ലീസ്റ്റ് വൺ മൾട്ടിപ്പിൾ ബോണ്ട്. അപ്പോൾ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കാണണമെങ്കിൽ ആ കോമ്പൗണ്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു മൾട്ടിപ്പിൾ ബോണ്ട് ആവശ്യമാണ്. പിന്നെ അതിലെ പൈ ബോണ്ടിന് നമ്മൾ ഈ ഒരു അറ്റാക്കിംഗ് റിയേജൻസിന്റെ പ്രസൻസിൽ അത് പോളറൈസ്ഡ് ആവും. അതായത് രണ്ട് ആറ്റംസ് തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വേണമെന്നില്ല, ജസ്റ്റ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ആയാൽ മതി. പോളാരിറ്റി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾ ആവണമെന്നില്ല. ഈ അറ്റാക്കിംഗ് റിയേജൻസിന്റെ പ്രസൻസിൽ നമ്മൾ അതിൽ പോളറൈസേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. When charged reagents like electrophiles or nucleophiles approach them, the electrons get polarized and displaced towards one of the constituents of the atom. The mechanism involved is electrostatic attraction or repulsion. അപ്പോൾ നമുക്കിത് എക്സാമ്പിൾസ് വെച്ചിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ അറ്റാക്കിംഗ് റിയേജൻസ് എന്ന് പറയുന്നത് ഐദർ ഇലക്ട്രോഫൈൽസ് അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽസ് ആവാം. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആവാം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് ആവാം. അവർ നമ്മുടെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിങ് മൾട്ടിപ്പിൾ ബോണ്ട്സിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ബോണ്ട്സിൽ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇലക്ട്രോഫൈൽസ് ആയിട്ടോ ന്യൂക്ലിയോഫൈൽസ് ആയിട്ടോ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ആ മൾട്ടിപ്പിൾ ബോണ്ട്സ് പോളറൈസ്ഡ് ആവും. എന്നിട്ട്
ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവും. അപ്പൊ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ മെക്കാനിസം ആണ് വർക്ക്ഔട്ട് ആവുന്നത്. പിന്നെ ഏത് ആറ്റത്തിലാണോ നെഗറ്റീവ്ലി ചാർജ്ഡ്, അതായത് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്നത്, ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും, മറ്റേ ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് കിട്ടും. ഇപ്പോൾ ഒരു ഡബിൾ ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ഒരു സൈക്ലോഹെക്സേൻ വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു ബോണ്ട് പോളറൈസ്ഡ് ആവുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്ന ഈ ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും. ഏത് ആറ്റത്തിൽ നിന്നാണോ ആ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്നത്, ഇതിപ്പോൾ രണ്ടും ഈക്വലി ഷെയർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഷെയറും കൂടി എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഇഫക്റ്റ് ആണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇലക്ട്രോമെറിക്കിന്റെ ഇഫക്റ്റിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദ ഇൻസ്റ്റന്റേനിയസ് ഫോർമേഷൻ ഓഫ് എ ഡൈപോൾ ഇൻ ദ മോളിക്യൂൾ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഡ്യൂ ടു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പൈ ഇലക്ട്രോൺ പെയർസ് ടു വൺ ഓഫ് ദി ആറ്റംസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് ഈസ് റെഫർഡ് ടു ആസ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. നമ്മൾ ഇത്ര മാത്രമേ ഓർത്ത് വെക്കേണ്ടുള്ളൂ. ഓർഗാനിക് കോമ്പൗണ്ടിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് വേണം. അപ്പോൾ ആ മൾട്ടിപ്പിൾ ബോണ്ടിന് ഇൻസ്റ്റന്റേനിയസ് ഫോർമേഷൻ ഓഫ് ഡൈപോൾ എങ്ങനെയാണ് നടക്കണേ? ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പൈ ഇലക്ട്രോൺ പെയർസ് ടു വൺ ഓഫ് ദി ആറ്റംസ്. അപ്പോൾ ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർസ് ആണ് മൾട്ടിപ്പിൾ ബോണ്ട്സിൽ ഉണ്ടാവുക. പൈ ഇലക്ട്രോൺസ് ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർസ് ആണ്. അതിൽ ഇലക്ട്രോൺ പെയർസ് കംപ്ലീറ്റ്ലി ഒരു ആറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തേക്ക് ട്രാൻസ്ഫർ ആവുമ്പോൾ ഇൻ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫ്ലുവൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇപ്പൊ ഇത് നോക്ക്, ഇതൊരു ആൽഡിഹൈഡ്. ഈ CN- ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പോൾ ഇതാണ് അറ്റാക്കിംഗ് റിയേജന്റ്. ഇത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂള് വിത്ത് മൾട്ടിപ്പിൾ ബോണ്ട്. അപ്പോൾ ഈ CN- പ്രസൻസിൽ CN- ഈ ഇലക്ട്രോഫിലിക് സെന്ററിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർസ് ഈ കാർബണിൽ നിന്ന് ഇലക്ട്രോൺസ് എടുത്തിട്ട് ഓക്സിജന്റെ അടുത്തേക്ക് പോകും. അതായത് ഷെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർസ് ഒരാറ്റത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡീലോക്കലൈസ്ഡ് ആവും. അങ്ങനെ ഒരു ഇൻസ്റ്റന്റേനിയസ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് ഡൈപോൾ നടക്കുന്നതാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ. This effect can be observed in organic compounds that contain at least one multiple bond. When the atoms participating in this multiple come under the influence of an attacking reagent, one pi bonding pair of electrons is completely transferred to one of the two atoms. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മൾട്ടിപ്പിൾ ബോണ്ട് ആവശ്യമാണ്. അറ്റാക്കിംഗ് റിയേജൻസിന്റെ പ്രസൻസിൽ ഒരു ആറ്റത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് മറ്റേ ആറ്റത്തേക്ക് ഷിഫ്റ്റ് ആവും. അതാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, നേരത്തെ നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റും റെസൊണൻസ് ഇഫക്റ്റും ഒക്കെ പഠിച്ച പോലെ തന്നെ ഇൻഡക്റ്റീവ് ഇഫക്റ്റും രണ്ട് ടൈപ്പ് ഉണ്ട്. ഇലക്ട്രോമെറിക് ഇഫക്റ്റും രണ്ട് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റും നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റും. അപ്പം ഇനി അതെന്താ നമുക്ക് നോക്കാം. പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. This effect occurs when the electron pair of the pi bond is moved towards the attacking reagent. അപ്പോൾ ഇലക്ട്രോൺ പെയർ അറ്റാക്കിംഗ് റിയേജന്റിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. The Plessy effect can be observed in addition of acid to alkenes. The attacking reagent attaches itself to the atom which obtained an electron pair in the transfer. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആൽക്കീൻ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺ പെയർ ഷിഫ്റ്റ് ആവുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ആയി. അത് പോയിട്ട് പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുക, ആസിഡിലെ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്യുക. മനസ്സിലായോ? പ്രോട്ടോണ് ഈ ഒരു സിസ്റ്റത്തിൽ ആഡ് ആയി.
അപ്പൊ ഇതൊരു പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. This effect occurs when the electron pair of the pi bond is moved towards the attacking reagent. Electron pair എങ്ങോട്ടാ മൂവ് ചെയ്യണത്? അറ്റാക്കിംഗ് റിയേജന്റ്. ഇവിടെ H+ ആണ് അറ്റാക്കിംഗ് റിയേജന്റ്. H+ന്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ പെയർ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പ്ലസ് ഇ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയാൻ കാരണം ഇത് ഇവിടെ ഇലക്ട്രോൺ പെയറിന്റെ മൂവ്മെന്റ് ടുവാർഡ്സ് അറ്റാക്കിംഗ് റിയേജന്റ് ആണ്. ടുവാർഡ്സ് അറ്റാക്കിംഗ് റിയേജന്റ് ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. അല്ലെങ്കിൽ വേറൊരു കാര്യം കൂടെ നമുക്ക് ഓർത്തു വെക്കാം, ഇലക്ട്രോഫൈലാണ് അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇലക്ട്രോഫൈല് പോസിറ്റീവ്ലി ചാർജ്ഡ് അല്ലേ, അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. The Plessy effect is generally observed when the attacking reagent is an electrophile and the pi electrons are transferred towards the positively charged atoms. മനസ്സിലായില്ലേ? പ്ലസി ഇഫക്റ്റ് കാണിക്കുക അറ്റാക്കിംഗ് റിയേജന്റ് ഇലക്ട്രോഫൈൽ ആയിരിക്കുന്ന സമയത്ത്. അറ്റാക്കിംഗ് അതായത് ഈ ഇലക്ട്രോൺ പെയേഴ്സ് ട്രാൻസ്ഫർ ആവുന്നത് അറ്റാക്കിംഗ് റിയേജന്റിന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇലക്ട്രോഫൈൽസ് ആണ് അറ്റാക്കിംഗ് റിയേജൻസ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഈ ഡബിൾ ബോണ്ടിലെ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുന്നത് അറ്റാക്കിംഗ് റിയേജൻസിന്റെ ഡയറക്ഷനിലായിരിക്കും. അറ്റാക്കിംഗ് റിയേജൻസിന് ഈ നെഗറ്റീവ് ചാർജ് പോയിട്ട് അബ്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ അതാണ് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. This effect occurs when the electron pair of the pi bond is moved away from the attacking reagent. നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റിൽ കണ്ടു ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺ പെയർ അറ്റാക്കിംഗ് റിയേജന്റിന്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി അറ്റാക്കിംഗ് റിയേജന്റിന് എവേ ആയിട്ട് ഇലക്ട്രോൺ പെയർ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ്. The attacking reagent attaches itself to the positively charged atom in the molecule, that is the atom which lost the electron pair in the transfer. അപ്പൊ ഈ കേസിൽ ഇവിടുത്തെ കേസിൽ എന്താ ഈ അറ്റാക്കിംഗ് റിയേജന്റ് അറ്റാച്ച്ഡ് ആവുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആറ്റത്തിലാണ്. പക്ഷെ ഈ കേസിൽ അറ്റാച്ച്ഡ് ആവുക പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റത്തിലാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ആൽഡിഹൈഡിൽ അപ്പൊ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുമ്പോൾ ഓക്സിജന് നെഗറ്റീവ് ചാർജും കാർബണ് പോസിറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ ഈ അറ്റാക്കിംഗ് റിയേജന്റ് CN- അറ്റാക്ക് ചെയ്യുന്നത് എവിടെയാ? ഈ പോസിറ്റീവ്ലി ചാർജ് കിട്ടിയിട്ടുള്ള കാർബണിന്റെ മുകളിൽ. എന്നിട്ടത് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ടെട്രാഹെഡ്രൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ അറ്റാക്കിംഗ് റിയേജന്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂക്ലിയോഫൈൽ ആണ്. നേരത്തെ കണ്ട കേസിൽ അറ്റാക്കിംഗ് റിയേജന്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഇലക്ട്രോഫൈൽ ആണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ അതാണ് നമുക്ക് പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണോ നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. The minus E effect is generally observed when the attacking reagent is a nucleophile and the pi electrons are transferred to the atom which the attacking reagent will not bind with. മനസ്സിലായോ? ഓക്കെ. ഇനി ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഇലക്ട്രോമെറിക് ഇഫക്റ്റും തമ്മിലെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. There are significant differences between the electromeric effect and the inductive effect. While the electromeric effect is reversible, electromeric effect reversible ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഒരു ടെമ്പററി ഇഫക്റ്റ് ആണ്, അത് റിവേഴ്സിബിൾ ആണ്. ഈ അറ്റാക്കിംഗ് റിയേജന്റിന്റെ ആബ്സെൻസിൽ ഈ ആറ്റം പഴയ പോലെ ആവും, നമ്മുടെ ഓർഗാനിക് മോളിക്യൂള് പഴയ പടിയാവും അറ്റാക്കിംഗ് റിയേജന്റിന്റെ ആബ്സെൻസിൽ. അപ്പൊ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് റിവേഴ്സിബിൾ ആണ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ ആണ്. അതായത് ഇപ്പോൾ ആറ്റംസ് തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും പോളറൈസേഷൻ എറൈസ് ചെയ്യും. അപ്പൊ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അങ്ങനെ എറൈസ് ചെയ്യുന്ന ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഓഫ് പോളറൈസേഷൻ ആണ്. When both inductive and electromeric effect occur simultaneously, the electromeric effect predominates over the inductive effect. അപ്പോൾ ഇനി ഒരു മോളിക്യൂൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഇലക്ട്രോമെറിക് ഇഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റും എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് ഇലക്ട്രോമെറിക് ഇഫക്റ്റിനെയാണ്. ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുക ഇൻഡക്റ്റീവ് എഫക്റ്റിനേക്കാളും.
ഇനി ഇതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. എന്തൊക്കെയാണ്? ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഷോൺ ഓൺലി ബൈ മോളിക്യൂൾസ് ഹാവിംഗ് മൾട്ടിപ്പിൾ ബോൺസ് ആൻഡ് നോട്ട് നെസസറിലി പോളാർ ബോൺസ്. പോളാർ ബോൺസ് ആവണമെന്ന് നിർബന്ധമില്ല. മൾട്ടിപ്പിൾ ബോൺസ് ഉള്ള മോളിക്യൂൾസ് മാത്രമേ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് കാണിക്കുള്ളൂ. പക്ഷെ അതിൽ പോളാർ ബോൺസ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് ഷോൺ ബൈ മോളിക്യൂൾസ് ഹാവിംഗ് പോളാർ കോവാലന്റ് ബോൺസ് ആൻഡ് നോട്ട് നെസസറിലി മൾട്ടിപ്പിൾ ബോൺസ്. പോളാർ കോവാലന്റ് ബോൺസ് ഉള്ള മോളിക്യൂൾസ് ആണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കുക. അവിടെ മൾട്ടിപ്പിൾ ബോൺസ് നിർബന്ധമല്ല. ഇവിടെ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ബോൺസ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റിൽ മൾട്ടിപ്പിൾ ബോൺസ് ആണ് നിർബന്ധം. അപ്പൊ അത് ഫസ്റ്റ് ഡിഫറൻസ്. പിന്നെ ഇമ്പാക്ട് ഓഫ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് സീൻ ഓൺ പൈ ബോൺസ്. പൈ ബോൺസിലാണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റിന്റെ ഇമ്പാക്ട് വരുന്നത്. അവിടെയാണ് അവിടെ ഒരു ടെമ്പററി ഫോർമേഷൻ ഓഫ് ഡൈപോൾ നടക്കുന്നത് പൈ ബോൺസിൽ. പക്ഷേ ഇമ്പാക്ട് ഓഫ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സീൻ ഓൺ സിഗ്മ ബോൺസ്. ജസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം സിഗ്മ ബോൺസിലാണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അറൈസ് ചെയ്യുന്നത്. ഇനി അപ്പോൾ ഇതാണ് സെക്കൻഡ് ഡിഫറൻസ്, പൈ ബോൺസ് സിഗ്മ ബോൺസ്. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഇൻവോൾവ്സ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം നേരത്തെ കണ്ട പോലെ ഒരു ആറ്റത്തിൽ നിന്ന് വേറൊരു ആറ്റത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ ജസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റേ ഉള്ളൂ. ജസ്റ്റ് അതിങ്ങനെ ഷെയർ ആവണ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ആവണില്ല. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം കുറച്ച് ഒരാറ്റത്തിൻ്റെ നേർക്ക് ഒരു വലിവുണ്ട് എന്ന് മാത്രം. അപ്പം ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ, ഇവിടെ ഓൺലി ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഇഫക്റ്റ് ആണ്, റിവേഴ്സിബിൾ ആണ്. പക്ഷേ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ഇഫക്റ്റ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. ഇമ്പാക്ട് ഓഫ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഈസ് സീൻ ഓൺലി വെൻ ദർ ഈസ് ആൻ ഇലക്ട്രോഫിലിക് അറ്റാക്കിംഗ് റിയേജന്റ്. ഓൺലി വെൻ ദർ ഈസ് ആൻ ഇലക്ട്രോഫിലിക് എന്ന് വേണ്ട, ഓൺലി വെൻ ദർ ഈസ് ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ മാത്രമേ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് വരുള്ളൂ. ഇലക്ട്രോഫിലിക് നിർബന്ധമില്ല കേട്ടോ. പിന്നെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഡസ് നോട്ട് നീഡ് എനി അറ്റാക്കിംഗ് റിയേജന്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അതിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ആണ്. അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസ് വേണമെന്ന് നിർബന്ധമില്ല. ഈ ഡിഫറൻസ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോമെറിക് ആൻഡ് മീസോമെറിക് ഇഫക്റ്റ്? മീസോമെറിക് ഇഫക്റ്റും ഇലക്ട്രോമെറിക് ഇഫക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഈസ് എ ട്രാൻസിറ്ററി ഇഫക്റ്റ്. ട്രാൻസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഇഫക്റ്റ് ആണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡൈപോൾ മൊമെന്റ്. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ക്വിക്ലി ഇൻ എ മോളിക്യൂൾ ഓവിങ് ടു കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് മോളിക്യൂളിൽ നടക്കും ഇലക്ട്രോമെറിക് ഇഫക്റ്റിന്റെ കേസിൽ. Mesomeric effect is a polarity that is produced in a molecule or a conjugated system. ഒരു conjugated സിസ്റ്റത്തിലാണ് mesomeric effect arise ചെയ്യുന്നത്. Electrons of the substituent group might migrate towards or away. എന്താ ഇപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്, ഇപ്പോൾ പോസിറ്റീവ് മീസോമെറിക് ഇഫക്റ്റും നെഗറ്റീവ് മീസോമെറിക് ഇഫക്റ്റും പഠിച്ച സമയത്ത് പോസിറ്റീവ് മീസോമെറിക് ഇഫക്റ്റ് കാണിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സ് നിന്ന് കോഞ്ചുഗേറ്റഡ് സിസ്റ്റത്തേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ നടന്നിരുന്നത്. പക്ഷേ നെഗറ്റീവ് മീസോമെറിക് ഇഫക്റ്റ് ആണെങ്കിൽ കോഞ്ചുഗേറ്റഡ് സിസ്റ്റത്തിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ ഫ്ലോ നടന്നിരുന്നത്. അവിടെയും എന്താ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ പെയർസ് തന്നെയാണ്. പക്ഷേ കോഞ്ചുഗേറ്റഡ് സിസ്റ്റം ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇതൊരു പെർമനന്റ് ഇഫക്റ്റ് ആണ്, ഇതൊരു ടെമ്പററി ഇഫക്റ്റ് ആണ്. പിന്നെ ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്, പോസിറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. മീസോമെറിക് ഇഫക്റ്റ് അതുപോലെ പോസിറ്റീവ് മീസോമെറിക് ഇഫക്റ്റ്, നെഗറ്റീവ് മീസോമെറിക് ഇഫക്റ്റ് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. ഇനി ഇലക്ട്രോമെറിക് ഇഫക്റ്റിന്റെ സമ്മറി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിൽ കോസ് ആവുന്ന ഒരു ഇലക്ട്രോണിക് ഇഫക്റ്റ് ആണ് ഇലക്ട്രോമെറിക് ഇഫക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് ഇഫക്ട്സും പൊലാരിറ്റി ഇൻഡ്യൂസ് ചെയ്യും.
പക്ഷേ ടെമ്പററി ആയിട്ട് പൊളാരിറ്റി ഇൻഡ്യൂസ്ഡ് ആവുന്നത് ഈ ഇലക്ട്രോമറിക് ഇഫക്റ്റിന്റെ കേസിലാണ്. ബാക്കി എല്ലാ കേസിലും പെർമനന്റ് ആയിട്ടുള്ള പൊളാരിറ്റിയാണ് ഡെവലപ്പ് ആവുന്നത്. Electromeric effect can be defined as a temporary effect that induces polarity in pi bonded atoms of a organic molecule. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പൈ ബോണ്ടഡ് ആറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോമറിക് ഇഫക്റ്റ് അറൈസ് ചെയ്യുള്ളൂ. അതൊരു ടെമ്പററി ആയിട്ടുള്ള ഇഫക്റ്റ് ആണ്. അറ്റാക്കിംഗ് റിയേജൻസിന്റെ പ്രസൻസിൽ മാത്രമേ ഇലക്ട്രോമറിക് ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ഇൻ പൈ ബോൺസ് ആൻഡ് നോട്ട് ഇൻ സിഗ്മ ബോൺസ് അൺലൈക്ക് ദി ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ച കേസിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് സിഗ്മ ബോൺസ് മാത്രമാണ് കാണിക്കുക എന്നാണ് പഠിച്ചത്. ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ ഇത് പൈ ബോൺസ് മാത്രമാണ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുക. പിന്നെ ഇലക്ട്രോമറിക് ഇഫക്ട്സ് ആർ ക്ലാസിഫൈഡ് ആസ് +C ആൻഡ് -C ഇഫക്റ്റ് ബേസ്ഡ് ഓൺ വിച്ച് ആറ്റം ദ അറ്റാക്കിംഗ് റിയേജന്റ് ഇന്ററാക്ട്സ് വിത്ത്. അതായത് അറ്റാക്കിംഗ് റിയേജന്റ് ഇലക്ട്രോഫൈൽ ആണോ ന്യൂക്ലിയോഫൈൽ ആണോ, ഏത് ആറ്റത്തിലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, അതിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോമറിക് ഇഫക്ട്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ആൻ ഇലക്ട്രോഫിലിക് റിയേജന്റ് കോസസ് എ +C ഇഫക്റ്റ് whereas a ന്യൂക്ലിയോഫിലിക് റിയേജന്റ് കോസസ് -C ഇഫക്റ്റ്. പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിൽ ഇലക്ട്രോമറിക് അറ്റാക്കിംഗ് റിയേജന്റ് ഇലക്ട്രോഫൈൽ ആയിരിക്കണം. നെഗറ്റീവ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് ആണെങ്കിൽ അറ്റാക്കിംഗ് റിയേജന്റ് ന്യൂക്ലിയോഫൈൽ ആയിരിക്കണം. പിന്നെ എക്സാമ്പിൾസ്, +C ഇഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ആൽക്കീൻ്റെ പ്രോട്ടോണേഷൻ. ആൽക്കീൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എത്തീൻ. പിന്നെ നെഗറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ് റിയാക്ഷൻ ഓഫ് സയനൈഡ്സ് വിത്ത് കാർബോണിൽ. ക്ലിയർ ആണോ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇൻ വിച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് വി ഒബ്സർവ് ഇലക്ട്രോമറിക് ഇഫക്റ്റ്? A organic compounds, B inorganic compounds, C halogenated compounds, D non-metallic compounds. A organic compoundsലാണ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് വരിക, പർട്ടിക്കുലർലി ഡബിൾ ബോണ്ട്, അതായത് മൾട്ടിപ്പിൾ ബോണ്ട്സ് വരുന്നുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൽ. ഇനി ഹൗ മെനി ടൈപ്സ് ഓഫ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് എക്സിസ്റ്റ്? A1, B2, C3, D4. B. 2 ടൈപ്സ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഇലക്ട്രോമറിക് ഇഫക്റ്റും നെഗറ്റീവ് ഇലക്ട്രോമറിക് ഇഫക്റ്റും. ഇനി ഇലക്ട്രോമറിക് ഇഫക്റ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ മിനിമം ഹൗ മെനി മൾട്ടിപ്പിൾ ബോണ്ട്സ്? A1, B2, C3, D4. എത്ര മിനിമം ഡബിൾ ബോണ്ട് വേണം? A. അതെ, ഒരു ഡബിൾ ബോണ്ടെങ്കിലും ഉണ്ടാവണം. ഒരു മൾട്ടിപ്പിൾ ബോണ്ടെങ്കിലും ഉണ്ടെങ്കിലാണ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് കാണിക്കുക. അപ്പം ഇവിടെ ചോദ്യം മിനിമം ആണ്, അപ്പം അതുകൊണ്ട് 1. The +C effect can be observed in the addition of acid to which class of compounds? A. Alkane, B. Alkene, C. Alkyne, D. None of these. B. ആൽക്കീനിക്ക് ആസിഡിൻ്റെ അഡിഷൻ ആണ് ഇലക്ട്രോമറിക് ഇഫക്റ്റ് കാണിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? A. Electromeric effect is a permanent effect that arises when the compound is subjected to an attacking reagent. B. Electromeric effect is a temporary effect that arises when the compound is subjected to an attacking reagent. C. Electromeric effect is a slow reaction that arises when the compound is subjected to an attacking reagent. D. Electromeric effect is a fast reaction effect that arises when the compound is subjected to an attacking reagent. യെസ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഒരു ടെമ്പററി ഇഫക്റ്റ് ആണ് നമ്മൾ പഠിച്ചു, പിന്നെ അറ്റാക്കിംഗ് റിയേജന്റിന്റെ പ്രസൻസിലാണ് അത് എറൈസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഇലക്ട്രോമറിക് ഇഫക്റ്റ് ഈസ് എ ടെമ്പററി ഇഫക്റ്റ് ദാറ്റ് എറൈസസ് വെൻ ദ കോമ്പൗണ്ട് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ അറ്റാക്കിംഗ് റിയേജന്റ്. അപ്പോൾ ഇലക്ട്രോമറിക് ഇഫക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മോർ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നമുക്ക് ലാസ്റ്റ് ഇലക്ട്രോണിക് ഇഫക്ട്സിലെ ലാസ്റ്റ് ടോപ്പിക് ഹൈപ്പർ കോൺജുഗേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ
ഹൈപ്പർ കോൺജുഗേഷൻ ഈസ് എ പെർമനന്റ് ഇഫക്റ്റ്. അപ്പം നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഇലക്ട്രോണിക് ഇഫക്ട്സിൽ ഇലക്ട്രോമറിക് ഇഫക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇലക്ട്രോണിക് ഇഫക്റ്റ്, അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, മീസോമറിക് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇത് മൂന്നും പെർമനന്റ് ഇഫക്ട്സ് ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, മീസോമറിക് ഇഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, ഇത് മൂന്നും പെർമനന്റ് ഇഫക്ട്സ് ആണ്. ഇനി ഹൈപ്പർ കോൺജുഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ localization of sigma electrons of the CH bond of an alkyl group directly attached to an atom of the unsaturated system or to an atom with an unshared p orbital take place. അതായത് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എം ടി പി ഓർബിറ്റൽ ഇല്ലേ, ഈ എം ടി പി ഓർബിറ്റലിന് സെയിം ഡയറക്ഷനിൽ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഈ സിഗ്മ ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാണ്, ഡീലോക്കലൈസ് ചെയ്യാണ് ഇങ്ങോട്ടേക്ക്. അപ്പൊ എങ്ങനെയാ, ഇവിടുത്തെ ഈ പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്ന വഴി ഇത് സ്റ്റെബിലൈസ്ഡ് ആക്കും. ആ ഒരു ഇഫക്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയാം. Localization of sigma electrons of the CH bond of an alkyl group directly attached to an atom of the unsaturated system. ഇതൊരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ അൺഷെയർഡ് പി ഓർബിറ്റൽ ആയിരിക്കാം. അപ്പോൾ അതിലേക്ക് ഈ സി എച്ച് ബോണ്ട് ഇലക്ട്രോൺസ് ലോക്കലൈസ്ഡ് ആവണേനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ from the above figure we observe that one of the three CH bonds of the medial group can align in the plane of the empty p orbital. അപ്പോൾ ഈ empty p orbitalന്റെ പ്ലെയിനിൽ അലൈൻ ചെയ്ത് നിൽക്കണ CH ബോണ്ടിൽ നിന്ന് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആവാണ്. ആൻഡ് ദി ഇലക്ട്രോൺസ് കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ CH bond in a plane with this p orbital can then be delocalized into the empty p orbital. അപ്പോൾ ഇലക്ട്രോൺസ് ഈ ഒരു ബോണ്ടിൽ മാത്രമായിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കുകയല്ല, അത് ഡീലോക്കലൈസ് ചെയ്തിട്ട് ഇവിടെ ഈ എം ടി പി ഓർബിറ്റലിക്കും കൂടെ വരികയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോണ്ടില്ലേ, ഈ ബോണ്ട് സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഇതിന് റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബോണ്ട് മാത്രമായിരിക്കില്ല, മീൻസ് ഈ ഒരു സിഗ്മ ബോണ്ട് മാത്രമായിരിക്കില്ല, ഈ രണ്ട് സിഗ്മ ബോണ്ട്സും ഇതുപോലെ ഹൈപ്പർ കോൺജുഗേഷനിൽ ഇൻവോൾവ് ആയിരിക്കും. അങ്ങനെ ഇവിടെ 3 ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്ട്സ് പോസിബിൾ ആണ് ഈ ഒരു മോളിക്യൂളിന്. ക്ലിയർ ആണോ? ഓക്കെ. Hyperconjugation stabilizes the carbocation as it helps in the dispersal of positive charges. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഇവിടെ എം ടി പി ഓർബിറ്റൽ കണ്ടെയ്ൻ ചെയ്യുന്ന കാർബൺ ആറ്റം പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിക്ക് ഇലക്ട്രോൺസ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് വരുമ്പോൾ അത് സ്റ്റേബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ വഴി നമുക്ക് ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കാർബോകാറ്റയോൺസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് വഴി പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. Thus we can say that greater the number of alkyl groups attached to a positively charged carbon atom, the greater is the hyperconjugation interaction and stabilization of the carbocation. ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ്റെ ഇഫക്റ്റും കൂടും. അപ്പോൾ ഇവിടെ 3 ഹൈഡ്രജൻ, ഈ 3 ഹൈഡ്രജൻ, ഈ 3 ഹൈഡ്രജൻ, അങ്ങനെ 9 ഹൈഡ്രജൻസ് ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു പോസിറ്റീവ് ചാർജ്ഡ് കാർബൺ ആറ്റത്തിന്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 × 2 6 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ അങ്ങനെ ഹൈഡ്രജൻസ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാർബോകാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റീനെ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈപ്പർ കോൺജുഗേഷൻ ആൻഡ് റെസൊണൻസ്? Hyperconjugation is a factor in explaining why
increasing the number of alkyl substituents on a carbocation or radical center leads to an increase in the stability. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് വഴി നമുക്ക് എന്തുകൊണ്ടാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് കൂടുന്നതനുസരിച്ചിട്ട് കാർബോകാറ്റിയോന്റെ അല്ലെങ്കിൽ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി കൂടുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലെറ്റ്സ് കൺസിഡർ ഹൗ എ മീഡിയൽ ഗ്രൂപ്പ് ഈസ് ഇൻവോൾവ് ഇൻ ഹൈപ്പർ കോൺജുഗേഷൻ വിത്ത് എ കാർബോകാറ്റയോൺ സെന്റർ. അപ്പോൾ ഇവിടെ ഒരു കാർബോകാറ്റയോൺ സെന്റർ ഉണ്ട്, അതിന് adjacent ആയിട്ടൊരു മീഡിയൽ ഗ്രൂപ്പ് ഉണ്ട്. ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ ഇറ്റ് ടു ഷോ ദ CH സിഗ്മ ബോൺസ്. അപ്പോൾ ഇതിനെ നമ്മൾ CH സിഗ്മ ബോൺസ് കാണിക്കുന്ന രീതിക്ക് വരച്ചു, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോട്ട് ദാറ്റ് ദ empty p orbital associated with the positive charge at the carbocation center is in the same plane, that is coplanar with one of the CH sigma bonds. അപ്പോൾ ഈ ഒരു ഓർബിറ്റല് ഏതെങ്കിലും ഒരു CH ബോണ്ടുമായിട്ട് കോപ്ലനാർ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഈ ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ബോണ്ടുമായിട്ട് ഇത് കോപ്ലനാർ ആണ്. അപ്പോൾ ഈ ഒരു ബോണ്ടിന്, അതായത് ഇവിടുത്തെ ഈ സിഗ്മ ബോണ്ടിന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ജിയോമെട്രി മീൻസ് the electrons in the sigma bond can be stabilized by an interaction with the empty p orbital of the carbocation center. അപ്പോൾ ഇങ്ങനെ ഒരു ജിയോമെട്രി ഉണ്ടെങ്കിൽ ഈ സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസിന് ഈ empty p ഓർബിറ്റലിലേക്ക് ഡീലോക്കലൈസ്ഡ് ആയിട്ട് ഈ കാർബോകാറ്റയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ this diagram shows a similarity with resonance and the structure on the right has double bond no bond character. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെസൊണൻസ് പോലത്തെ ഒരു സ്ട്രക്ചർ ആണ്. ഇവിടെ ഡബിൾ ബോണ്ട് നോ ബോണ്ട്, ഇവിടുത്തെ ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് നോ ബോണ്ട് ആണ്. ഇവിടെ ബോണ്ട് ഇപ്പം ഇല്ലല്ലോ, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ ഡീലോക്കലൈസേഷൻ മാത്രമേ നടക്കണുള്ളൂ, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ വരുന്നില്ല. സിമിലാരിറ്റി വിത്ത് റെസൊണൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. The stabilization arises because the orbital interaction leads to the electrons being in a lower energy level. അപ്പോൾ ഈ ഫീൽഡ് സിഗ്മ ബോണ്ടും ഈ empty p ഓർബിറ്റലും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് പുതിയ രണ്ട് ഓർബിറ്റൽസ് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് ലോവർ എനർജി ഓർബിറ്റലാണ്. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഓർബിറ്റലിനേക്കാളും ലോവർ എനർജി ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് വന്നുകൊണ്ടാണ് അവിടെ സ്റ്റെബിലൈസേഷൻ നടക്കുന്നത്. മനസ്സിലായോ? ഈ രണ്ട് ഓർബിറ്റൽസും 2p ഓർബിറ്റലും ഈ സിഗ്മ ബോണ്ടും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. അത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ രണ്ട് പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവുന്നു. ഒരു ലോവർ എനർജി ഓർബിറ്റലും ഒരു ഹയർ എനർജി ഓർബിറ്റലും ഉണ്ടാവുന്നു. ആ ലോവർ എനർജി, ഇപ്പൊ രണ്ട് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളൂ, അത് ആദ്യം ഫിൽ ആവുക ലോവർ എനർജി ഓർബിറ്റലിലാണ്. അപ്പോൾ ലോവർ എനർജി ഓർബിറ്റലിൽ ഇലക്ട്രോൺസ് വരണു. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇതായിരുന്ന ഈ ഒരു ഫീൽഡ് സിഗ്മ ബോണ്ടിന്റെ എനർജിനേക്കാളും കുറവാണ് ഈ ഒരു ഓർബിറ്റലിൽ. അത് ഹൈപ്പർ കോൺജുഗേഷൻ നടന്നിട്ട് ഈ ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓർബിറ്റലിൽ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സ്റ്റെബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഓഫ് കോഴ്സ് ദ CC സിഗ്മ ബോണ്ട് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ബോണ്ട് റൊട്ടേറ്റബിൾ ആണ്. സിംഗിൾ ബോണ്ട് അല്ലേ, സിംഗിൾ ബോണ്ട് ആവുക കാരണം ഇത് റൊട്ടേറ്റബിൾ ആണ്. അപ്പം അത് കാരണം ആൻഡ് ആസ് ഇറ്റ് ഡസ് സോ ഈച്ച് ഓഫ് ദി CH സിഗ്മ ബോണ്ട്സ് ഇൻ ടേൺ അണ്ടർഗോസ് എ സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ. അപ്പോൾ എല്ലാ CH സിഗ്മ ബോണ്ട്സിനും ഇതുപോലെ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് പോസിബിൾ ആണ്. ഒരു CH സിഗ്മയ്ക്ക് മാത്രമല്ല, ഈ റൊട്ടേഷൻ പോസിബിൾ ആവുക കാരണം എല്ലാ CH ബോണ്ട്സിനും ഇതുപോലെ ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. The ethyl cation has 3 CH sigma bonds that can be involved in hyperconjugation. അപ്പോൾ നമ്മൾ ഈഥൈൽ നോക്കുകയാണെങ്കിൽ CH3, CH2, പ്ലസ്. അപ്പം അതിന് ഈ 3 CH സിഗ്മ ബോണ്ട്സിന് ഹൈപ്പർ കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The more hyperconjugation there is, the greater the stabilization of the system.
ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നതനുസരിച്ചിട്ട് സിസ്റ്റത്തിന്റെ സ്റ്റെബിലൈസേഷനും കൂടും. ഫോർ എക്സാമ്പിൾ, ദ tertiary butyl cation has 9 CH sigma bonds that can be involved in hyperconjugation. നേരത്തെ നമ്മൾ കണ്ട കേസിൽ ടെർഷ്യറി കാർബോകാറ്റയോണിന് 9 CH സിഗ്മ ബോണ്ട്സ് ഉണ്ട്, അതുകൊണ്ട് അത് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് കാരണം എന്താ, അതിന് കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇതിന് ഈ 3 പിന്നെ 3 അങ്ങനെ 9 CH സിഗ്മ ബോണ്ട്സ് ഉണ്ട്. അപ്പൊ 9 CH സിഗ്മ ബോണ്ട്സിനും ഹൈപ്പർ കോൺജുഗേഷൻ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ CH3 3C+, അതായത് ടെർഷ്യറി ബ്യൂട്ടൈൽ കാറ്റയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ CH3 CH2+ ഈഥൈൽ കാറ്റയോൺ. ക്ലിയർ ആണോ? ഓക്കെ. ഈഥൈൽ കാറ്റയോണില് 3 ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവുള്ളൂ. ഇതിന് 3 ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവുള്ളൂ. ഈ 3 ഇവിടെ കാണില്ലേ, ഈ CH3യിലെ ഈ 3 CH സിഗ്മ ബോണ്ട്സിന് മാത്രമേ ഈ C+നെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിൽ 3 3 3 9 CH സിഗ്മ ബോണ്ട്സ് ഉണ്ടാവും. ഇവിടെ 3 CH സിഗ്മ ബോണ്ട്സേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കൂടുതൽ സ്റ്റേബിൾ ദാൻ ഇത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. The effect is not limited to CH sigma bonds. Appropriate CC sigma bonds can also be involved in hyperconjugation. ചില കേസിൽ CC സിഗ്മ ബോൺസും ഹൈപ്പർ കോൺജുഗേഷൻ എക്സിബിറ്റ് ചെയ്യും. CH സിഗ്മ ബോൺസിൽ മാത്രം ലിമിറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. ഇനി റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്, അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ സിസ്റ്റം ഇൻ വിച്ച് ആൻ ഇലക്ട്രോൺ കോണ്ടാക്ട് ഈസ് ഡയറക്റ്റഡ് ഫ്രം ദി പൈ ബോണ്ട് ടു ദ സിഗ്മ ബോണ്ട് റാദർ ദാൻ ഫ്രം സിഗ്മ ടു പൈ ബോണ്ട് ഈസ് നോൺ ആസ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ ഓർ നെഗറ്റീവ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇപ്പൊ നേരത്തെ നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ പഠിച്ച കേസിൽ ഇലക്ട്രോൺസ് എവിടെന്നാ, സിഗ്മ ബോണ്ടിൽ നിന്ന് പൈ ബോണ്ടിക്കാണ് പോണത്. സിഗ്മ ബോണ്ടിൽ നിന്ന് പൈ ബോണ്ടിക്ക് അല്ലെങ്കിൽ MT p ഓർബിറ്റലിക്കാണ് ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആവണത്. പക്ഷേ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷന്റെ കേസിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈ ബോണ്ടിൽ നിന്ന് സിഗ്മ ബോണ്ടിക്കാണ് ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ PHCCl3യുടെ കേസിൽ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാന കാരണം പ്രസൻസ് ഓഫ് ക്ലോറിൻ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവണേ, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവണു, ഇവിടെ ഒരു നോ ബോണ്ട് കണ്ടീഷൻ ഡെവലപ്പ് ആവണം. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുമ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ആവണം. പിന്നെ അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവണു, ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ആവണു. ഒരു മിനിറ്റ്, ശരിക്കും ഇതായിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് ഇത് വരിക. ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ആവണു, പിന്നെ അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ആവണു. ഹൈപ്പർ കോൺജുഗേഷൻ ഇവിടുന്ന് പൈ ബോണ്ട്സ് നിന്ന് സിഗ്മ ബോണ്ടിക്കാണ് പോണത്. ഇവിടെ ഇത് പൈ ബോണ്ട്, അതിന്ന് സിഗ്മ ബോണ്ടിക്കാണ് ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കുന്നത്. ഇതാണ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ നോക്കുകയാണെങ്കിൽ, ആൽക്കീൻ സ്റ്റെബിലിറ്റി. ഹൈപ്പർ കോൺജുഗേഷൻ എക്സ്പ്ലെയിൻസ് why some alkenes are more stable than others. Alkene stability is proportional to the number of alpha hydrogens in the molecule. Alpha hydrogens എന്ന് പറയുമ്പോൾ ഈ ആൽക്കീനിന്റെ നെക്സ്റ്റ് കാർബൺ, ആൽക്കീൻ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് കാർബണിൽ എത്ര ഹൈഡ്രജൻസ് ഉണ്ടോ ആ ഹൈഡ്രജൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആൽക്കീന്റെ സ്റ്റെബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ആ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് കൂടുമ്പോൾ ആൽക്കീന്റെ സ്റ്റെബിലിറ്റി കൂടും, കാരണം അവിടെ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് കൂടും. ഓക്കെ ആണോ? വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സ്. അപ്പം നമ്മൾ എത്ര കണ്ട ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടോ അത്രയും റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സും എക്സിസ്റ്റ് ചെയ്യും.
The number of resonance structures and the amount of alpha hydrogens are directly proportional to the stability of alkyl carbocation. Number of resonance structuresum amount of alpha hydrogensum directly proportional to stability of alkyl carbocations. പിന്നെ the size of the carbon carbon double bond in an alkene is the single bond character will increase as the number of resonance structures increases. അതായത് ഡബിൾ ബോണ്ടിന്റെ സിംഗിൾ ബോണ്ട് ക്യാരക്ടർ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് കൂടും. അതായത് ബോണ്ട് ലെങ്ത് കൂടാൻ വേണ്ടിയിട്ട് പറ്റും റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൂടുകയാണെങ്കിൽ. ഇപ്പം നമ്മൾ ബെൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ആവറേജ് ആയിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡബിൾ ബോണ്ടിന്റെ സിംഗിൾ ബോണ്ടിന്റെ ആവറേജ് ആയിട്ടാണ് എല്ലാ ബോണ്ടിന്റെ ലെങ്ത്തും വരുന്നത്. അതുപോലെ പിന്നെ ആർസ് ഇലക്ട്രോൺ റിലീസിംഗ് പവർ ഇൻ ആൽക്കൈൽ ബെൻസീൻ. CH3 is the plus R group which is utilized for electrophilic aromatic substitution due to hyperconjugation. അതായത് പ്ലസ് ആർ ഗ്രൂപ്പ് ഉള്ള കേസിൽ ഹൈപ്പർ കോൺജുഗേഷൻ വഴി ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ ആണ്. ഓക്കെ. പിന്നെ ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി, നമ്മൾ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി പറഞ്ഞ പോലെ തന്നെ ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റിയും കൂടും. കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റിയും ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റിയും ഓൾമോസ്റ്റ് ഒരേപോലെയാണ്. ഹൈപ്പർ കോൺജുഗേഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി കൂടും, അതുപോലെ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റിയും കൂടും. ഇനി ഇതിനെ കുറച്ച് ക്വസ്റ്റ്യൻസ്. Hyperconjugation involves the delocalization of A sigma bond orbital, B pi bond orbital, C both sigma and pi bond orbital, D none of the mentioned. ഹൈപ്പർകോൺജുഗേഷൻ എവിടെ നിന്നായിരുന്നു ഡീലോക്കലൈസേഷൻ നടക്കുക? സിഗ്മ ഓർബിറ്റലിന് പൈ ബോണ്ടിക്കാണ്. അപ്പോൾ ഇൻവോൾവ്സ് ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ബോണ്ട് ഓർബിറ്റൽ എന്നാ പറയാ കേട്ടോ. അതെ, എ ആണ് കറക്റ്റ് ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Larger the number of hyperconjugation structures, the stability of free radicals will. ഹൈപ്പർകോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി, ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി എന്താ ചെയ്യുക? എ ഇൻക്രീസ്, ബി ഡിക്രീസ്, സി റിമെയിൻ സെയിം, ഡി നൺ ഓഫ് ദി മെൻഷൻഡ്. യാ, എ ആണ് കറക്റ്റ് ആൻസർ. ഹൈപ്പർകോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഫ്രീ റാഡിക്കലിന്റെ സ്റ്റെബിലിറ്റി കൂടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. On increasing the number of alpha hydrogens, the number of hyperconjugation structures will. ആൽഫ ഹൈഡ്രജൻസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ഹൈപ്പർകോൺജുഗേഷൻ സ്ട്രക്ചേഴ്സിന് എന്ത് സംഭവിക്കും? എ ഡിക്രീസ്, ബി ഇൻക്രീസ്, സി റിമെയിൻ സെയിം, ഡി നൺ ഓഫ് ദി മെൻഷൻഡ്. അതെ, ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻക്രീസ് ചെയ്യും. ആൽഫ ഹൈഡ്രജൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഹൈപ്പർകോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് കൂടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound that can be most readily sulfonated. സൾഫോനേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. SO3 ഗ്രൂപ്പ് കൊണ്ടുവരുന്നതാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഏതിലായിരിക്കും അത് പോസിബിൾ ആയിരിക്കുക? ബെൻസീൻ ആണോ, ടൊളുവിൻ ആണോ? ടൊളുവിൻ എന്ന് പറയുമ്പോൾ ബെൻസീനിൽ CH3 വരിക, നൈട്രോ ബെൻസീൻ എന്ന് പറയുമ്പോൾ ബെൻസീനിൽ NO2 വരിക, ക്ലോറോ ബെൻസീൻ എന്ന് പറയുമ്പോൾ ബെൻസീനിൽ ക്ലോറിൻ വരിക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രോഫിലിക് അറോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണേൽ ആർ ഗ്രൂപ്പ് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യണം. അപ്പോൾ ആർ ഗ്രൂപ്പ് ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യണേൽ അതിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വേണം. അപ്പോൾ ബി കേസിലാണ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആയിരിക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ ഷോ റിവേഴ്സ് ഹൈപ്പർകോൺജുഗേഷൻ? എ, ബി, സി, ഓൾ ഓഫ് ദി എബവ്. ഇതിൽ ഏത് കേസിലായിരിക്കും റിവേഴ്സ് ഹൈപ്പർകോൺജുഗേഷൻ പോസിബിൾ ആവുക?
നമ്മൾ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ്റെ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടിട്ടുണ്ടായി. ഓൾ ഓഫ് ദി എബവ് അല്ല, എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ കേസിൽ, ഈ രണ്ട് കേസിലും CH സിഗ്മ ബോൺസ് ഉണ്ട്. അതിന് എന്താ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ സി അതായത് ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഡീലോക്കലൈസ്ഡ് ആവാൻ പറ്റില്ല. അപ്പോൾ പൈ ബോൺസ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഇവിടെ ഒരു നോ ബോൺ കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യും. അതാണ് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽക്കീൻസ് വിൽ ഷോ എന്താ CH സിഗ്മ ബോണ്ട് ഇല്ലെങ്കിൽ മാത്രമേ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുള്ളൂ. CH സിഗ്മ ബോണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചില കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CC സിഗ്മ ബോൺസും എക്സിബിറ്റ് ചെയ്യും ഹൈപ്പർ കോൺജുഗേഷൻ. ഇവിടെ CCl ബോൺസ് അല്ലേ എല്ലാത്തിലും, അതുകൊണ്ടാണ് അത് റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ എക്സിബിറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കീൻസ് വിൽ ഷോ മാക്സിമം നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് CH2 എന്നാക്കിയേ. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പർ കോൺജുഗേഷൻ കാണിക്കുന്നത് ഏതായിരിക്കും? അപ്പം എങ്ങനെയാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കുക? ആൽഫ ഹൈഡ്രജൻസ് നോക്കിയിട്ട്. ഇവിടെ എത്തിൻ്റെ കേസിൽ ആൽഫ ഹൈഡ്രജൻസ് ഇല്ല, കാരണം ഈ ഡബിൾ ബോണ്ടായിട്ടല്ലേ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൽഫ ഹൈഡ്രജൻസ് ഇല്ല. ഈ കേസിൽ നോക്കുമ്പോൾ ഈ ആൽക്കീൻ ഇത് ആൽക്കീൻ്റെ നെക്സ്റ്റ് കാർബണിലുള്ള ഹൈഡ്രജൻസ് ആണ് ആൽഫ ഹൈഡ്രജൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്സ്റ്റ് കാർബൺ ഇല്ലാത്തതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻസ് ഇല്ല. ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ 0. ഇവിടെ നോക്കുമ്പോൾ നെക്സ്റ്റ് വരുന്നത് 2. ഇവിടെ നോക്കുമ്പോൾ നെക്സ്റ്റ് വരുന്നത് 2. അവർ ഒന്നെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഇവിടെ CH3 ഇട്ടിട്ടുണ്ടാവുക. പക്ഷെ ആ മോളിക്യൂൾ ശരിയല്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻസ് വരുന്നത് ബി കേസിലാണ്. നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഹൈപ്പർ കോൺജുഗേഷൻ കൂടും, സ്റ്റെബിലിറ്റി കൂടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻവോൾവ് ഇൻ ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ ഇതിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഹൈപ്പർ കോൺജുഗേഷനിൽ ഇൻവോൾവ് ആണ്? A6, B7, C8, D9. സിക്സ്, അതെനിക്ക് മനസ്സിലായി. ഇത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാർബണിൻ്റെ അഡ്ജസൻ്റ് 3, ഇവിടെ 2, 1, അത് 6. പക്ഷെ നമ്മൾ ഈ ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൂടെ വരുന്നുണ്ട്, അതുകൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിന് ആൽഫ ആയിട്ട് ഈ 2, ഈ 1, ആ 3 കൂടെ വരും. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 6, 3, 9 ആൽഫ ഹൈഡ്രജൻസ് വരും. ഓക്കെ ആണോ? ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം. ഇതിൻ്റെ തന്നെ ഒരു സിമ്പിൾ വേർഷനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ നമ്പർ ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് സ്ട്രക്ചേഴ്സ് showing hyperconjugation involving CH bonds for the following carbocation is A4, B5, C6,
D7. C6. അതെ, കാർബോകാറ്റയോണിന് ആൽഫ ആയിട്ടുള്ള കാർബണിൽ ഇവിടെ 3, ഇവിടെ 2, ഇതും ആൽഫ ആയിട്ടുള്ള കാർബണാ, ഇവിടെ 1. അങ്ങനെ ടോട്ടല് 6 ആൽഫ ഹൈഡ്രജൻ വരുന്നുണ്ട്. ക്ലിയർ ആയോ? എങ്ങനെയാ ഹൈപ്പർ കോൺജുഗേഷനിൽ ആൽഫ ഹൈഡ്രജൻസ് കണ്ടുപിടിക്കുക? ഹൈപ്പർ കോൺജുഗേഷനും ആൽഫ ഹൈഡ്രജൻസും തമ്മിലുള്ള റിലേഷൻ, സ്റ്റെബിലിറ്റിയും ഹൈപ്പർ കോൺജുഗേഷനും തമ്മിലുള്ള റിലേഷൻ, അതൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതോ കഴിഞ്ഞ ക്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തോടു കൂടി നമ്മുടെ ഇലക്ട്രോണിക് ഇഫക്ട്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ആസിഡിറ്റി ബേസിസിറ്റി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് സാറ്റർഡേ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.